കാഞ്ഞങ്ങാട് മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിധിശേഖരണ ഉദ്ഘാടനവും ക്ഷണപത്രിക പ്രകാശനവും നടന്നു. 2026 ഏപ്രിൽ 17 മുതൽ 23 വരെയാണ് ക്ഷേത്രത്തിൽ ബ്രഹ്മകലശ മഹോത്സവം നടക്കുക. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ചരിത്രപ്രസിദ്ധമായ മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള നിധിശേഖരണ ഉദ്ഘാടനവും ക്ഷണപത്രിക പ്രകാശനവും ക്ഷേത്രത്തിൽ നടന്നു. മഹോത്സവ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ നിധിശേഖരണത്തിന്റെ ഉദ്ഘാടനവും തുടർന്ന് ക്ഷണപത്രിക പ്രകാശന കർമ്മവും നിർവഹിച്ചു. ഇന്ന് നമ്മൾ കുറേ കാലമായി ആഗ്രഹിച്ച മടിയൻകൂലോം ബ്രഹ്മോത്സവത്തിൻ്റെ മുന്നോടിയായി കലശോത്സവ ഫണ്ടിലേക്ക് ഉള്ള ഒരു സംഭാവന സ്വീകരിക്കുകയും അത് സംബന്ധിച്ച് നമ്മൾ താൽക്കാലികമായി അതിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച ബ്രോഷർ പ്രകാശനം ചെയ്യാനും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ യോഗം ചേർന്നിരിക്കുന്നത്. ബ്രഹ്മകലശോത്സവ കമ്മിറ്റി രൂപം കൊടുത്തതിന് ശേഷം ഈ നമ്മളെ പ്രചരണ നോട്ടീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലതാമസം വരികയും അത് പ്രിൻ്റ് ചെയ്തിപ്പോൾ അടുത്ത ദിവസം കിട്ടിയതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവരെയും വാട്സപ്പ് മുഖാന്തരം അല്ലാതെ നേരിട്ടോ അല്ലാതെയോ ക്ഷണിച്ചു വരുത്താൻ നമുക്ക് പറ്റാതെ ഇരുന്നത്. നിധിശേഖരണത്തിലേക്ക് ആദ്യ ഫണ്ട് സുരേഷ് കുറവങ്കര, ആലത്തടി മാലൂർ തറവാട് കമ്മിറ്റി ഭാരവാഹികളായ AM രാജഗോപാലൻ, AM ലോഹിതാക്ഷൻ നായർ, AM സുമംഗള എന്നിവർ സംഭാവനയായി നൽകി. ശാരദ, ജിഷ്ണു ജയദേവൻ എന്നിവരും സംഭാവന നൽകി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ P ബാബു അധ്യക്ഷനായി. ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ NV ബേബിരാജ്, V നാരായണൻ, AV അശോകൻ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ തോക്കാനം ഗോപാലൻ, വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ, മറ്റ് ഭക്തജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവൻ സ്വാഗതം പറഞ്ഞു. 2026 ഏപ്രിൽ 17 മുതൽ 23 വരെയാണ് ബ്രഹ്മകലശ മഹോത്സവം നടക്കുക. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.